അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഭയപ്പെടുത്തുന്ന സത്യം കേൾക്കണോ? റമദാൻ ചിലർക്ക് ജന്നത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. പക്ഷേ ചിലർക്ക് അത് വെറും വിശപ്പിന്റെ മാസം മാത്രം. ചോദ്യമിതാണ്, നമ്മൾ ഏതു വിഭാഗത്തിലാണ്? ഓരോ റമദാനും നമ്മളിലേക്ക് വരുമ്പോൾ അതൊരു അവസരം കൊണ്ടാണ് വരുന്നത്. പാപങ്ങൾ മായ്ക്കാൻ, ഹൃദയം തിരുത്താൻ, ജീവിതം മാറ്റാൻ. പക്ഷേ അത് കഴിഞ്ഞു പോയപ്പോൾ നമ്മളിൽ മാറ്റമില്ലെങ്കിൽ അവിടെ എന്തോ തെറ്റുണ്ട്. നമ്മൾ നോമ്പ് നോക്കുന്നു, പക്ഷേ കോപം മാറുന്നില്ല. നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നു, പക്ഷേ നാവ് ശുദ്ധമാകുന്നില്ല. നമ്മൾ ദുആ ചെയ്യുന്നു, പക്ഷേ ഹൃദയം ഉണരുന്നില്ല. അപ്പോൾ പ്രശ്നം റമദാനിലാണോ? അല്ല, പ്രശ്നം നമ്മൾ തിരിച്ചറിയാത്ത തെറ്റുകളിൽ. ഇന്ന് നമ്മൾ വളരെ തുറന്ന് സംസാരിക്കും. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, പക്ഷെ തിരുത്താൻ കഴിയുന്ന റമദാനിലെ 10 വലിയ തെറ്റുകൾ. ഇത് കേൾക്കാൻ മാത്രമല്ല, ഇത് ചിന്തിക്കാൻ, ഇത് തിരുത്താൻ, ഇത് ഈ റമദാനെ വ്യത്യസ്തമാക്കാൻ. 1. നോമ്പിനെ വെറും വിശപ്പായി കാണുന്നത്. റമദാൻ വന്നാൽ പലരും ആദ്യം ചിന്തിക്കുന്നതെന്ത്? എത്ര മണിക്കൂർ വിശപ്പോടെ ഇരിക്കണം? പക്ഷേ ഒരു നിമിഷം നിർത്തി ചിന്തിക്കൂ. നോമ്പ് വെറും ഭക്ഷണം ഒഴിവാക്കലാണോ? നമ്മൾ പലപ്പോഴും നോമ്പിനെ ഒരു ഫിസിക്കൽ ചാലഞ്ചായി കാണുന്നു. എത്ര സമയം സഹിച്ചു, എത്ര ക്ഷീണം അനുഭവപ്പെട്ടു, എത്ര ദാഹം സഹിച്ചു. ഇത് ശരീരത്തിന്റെ ഭാഗം മാത്രം. പക്ഷേ നോമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം ശരീരത്തെ ക്ഷീണിപ്പിക്കലല്ല, ഹൃദയത്തെ ഉണർത്തലാണ്. ഭക്ഷണം ഒഴിവാക്കുന്നത് ഒരു ചിഹ്നം മാത്രമാണ്. അത് നമ്മെ പഠിപ്പിക്കുന്നത് നിയന്ത്രണം, കാത്തിരിപ്പ്, സ്വയം തടയൽ, അല്ലാഹുവിനോടുള്ള അനുസരണം. ഭക്ഷണം കഴിക്കാമെങ്കിലും കഴിയുമ്പോഴും കഴിക്കാത്തത്, അതാണ് ഇബാദത്തിന്റെ ആഴം. ചിലർ നോമ്പ് നോൽക്കുന്നു, പക്ഷേ ദിവസം മുഴുവൻ സമയം കടത്താൻ മാത്രം ശ്രമിക്കുന്നു. ഇഫ്താറിനെ മാത്രം കാത്തിരിക്കുന്നു, വിശപ്പിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. അങ്ങനെയായാൽ നോമ്പ് ഒരു ആത്മീയ പരിശീലനമല്ല, ഒരു സഹന പരീക്ഷ മാത്രമാകും. നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിനക്ക് കഴിവുണ്ട്, പക്ഷേ നീ അല്ലാഹുവിനായി നിന്നെ നിയന്ത്രിക്കുന്നു. ഇതൊരു വിശപ്പിന്റെ അനുഭവം മാത്രമല്ല, ഇതൊരു ബോധത്തിന്റെ വളർച്ചയാണ്. നോമ്പ് വെറും വയറിനെ അടക്കുന്നത് മാത്രമാണെങ്കിൽ അത് പകുതി മാത്രം. നോമ്പ് കണ്ണിന്റെ നിയന്ത്രണം, നാവിന്റെ നിയന്ത്രണം, മനസ്സിന്റെ നിയന്ത്രണം, ചിന്തയുടെ ശുദ്ധീകരണം. ഇവയില്ലെങ്കിൽ വിശപ്പുണ്ടാകും, പക്ഷേ മാറ്റമുണ്ടാകില്ല. ഒരു ചോദ്യം: നോമ്പ് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുമോ? ഇല്ലെങ്കിൽ നമ്മൾ വിശപ്പിനെ മാത്രമാണ് ശ്രദ്ധിച്ചത്, ഉദ്ദേശത്തെയല്ല. നോമ്പ് വിശപ്പിനേക്കാൾ വലുതാണ്. അത് മനുഷ്യനെ മാറ്റാൻ അല്ലാഹു നൽകിയ പരിശീലനമാണ്. 2. നമസ്കാരത്തിൽ അലംഭാവം. റമദാനിൽ നമ്മൾ നോമ്പ് കാത്തുസൂക്ഷിക്കുന്നു, പക്ഷേ നമസ്കാരം അതേ ഗൗരവത്തിൽ കാത്തുസൂക്ഷിക്കുമോ? വിശപ്പിനെ നമ്മൾ ശ്രദ്ധിക്കുന്നു, പക്ഷേ നമസ്കാരം വൈകുമ്പോൾ അത്ര വിഷമമുണ്ടോ? മുൻഗണന മാറുമ്പോൾ. റമദാൻ മാസം ഇബാദത്തിന്റെ മാസം. പക്ഷെ ചിലപ്പോൾ സംഭവിക്കുന്നത് ഇഫ്താർ തയ്യാറാക്കാൻ തിരക്ക്, ഉറക്കം കാരണം ഫജ്ർ നഷ്ടപ്പെടൽ, തറാവീഹ് കഴിഞ്ഞ് ക്ഷീണം കാരണം ഫർള് ശ്രദ്ധിക്കാതിരിക്കുക. നമസ്കാരം നമ്മുടെ ദിനത്തിന്റെ കേന്ദ്രമാകേണ്ടതാണ്, പക്ഷേ അത് പലർക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമായി മാറുന്നു. നോമ്പും നമസ്കാരവും തമ്മിലുള്ള ബന്ധം. നോമ്പ് നമ്മെ അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കാനാണ്, നമസ്കാരം നമ്മെ നേരിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിർത്താനാണ്. നോമ്പ് ഹൃദയം മൃദുവാക്കുന്നു, നമസ്കാരം അതിനെ ഉയർത്തുന്നു. ഇരുവും വേർപിരിയാൻ പാടില്ല. അലംഭാവത്തിന്റെ രൂപങ്ങൾ. അലംഭാവം വെറും നമസ്കാരം ഒഴിവാക്കൽ മാത്രമല്ല, അതിങ്ങനെ കാണാം: വേഗത്തിൽ തീർക്കൽ, അർത്ഥം ചിന്തിക്കാതിരിക്കുക, ശ്രദ്ധയില്ലാതെ നിൽക്കൽ, അവസാന സമയത്ത് ഓടിച്ചെയ്യൽ. ശരീരം നിൽക്കുന്നു, പക്ഷേ മനസ്സ് അകലെ. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? 1. ക്ഷീണം. 2. ഭക്ഷണക്രമം മാറൽ. 3. ഡിജിറ്റൽ ശ്രദ്ധ ചിതറൽ. 4. ആത്മീയ ഉദ്ദേശം ദുർബലമാകൽ. നമസ്കാരം മുൻഗണനയല്ലാത്തപ്പോൾ അത് സ്വാഭാവികമായി പിന്നിലേക്ക് പോകും. റമദാനിലെ പ്രത്യേക അപകടം. ചിലർ കരുതുന്നു, ഞാൻ നോമ്പ് നോൽക്കുന്നു, അത് മതിയല്ലേ. പക്ഷേ നോമ്പ് നമസ്കാരത്തെ പകരം വെക്കുന്നില്ല. നമസ്കാരം ഒരു അടിസ്ഥാനമാണ്. അടിസ്ഥാനം ദുർബലമായാൽ മുകളിലുള്ള എല്ലാ ഇബാദത്തും ബാധിക്കും. ആത്മീയ നഷ്ടം. നമസ്കാരം ശ്രദ്ധയില്ലാതെയാകുമ്പോൾ ഖുശൂഅ കുറയും, ദുആഇന്റെ രുചി കുറയും, ഹൃദയബന്ധം ക്ഷീണിക്കും. റമദാനിലെ ആത്മീയ ഉയർച്ച ഇവിടെ തന്നെ തടയപ്പെടാം. ഒരു ദൃശ്യ ഉദാഹരണം: ഒരു മനുഷ്യൻ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചു, പക്ഷേ രാജാവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ ഫോണിൽ ശ്രദ്ധിച്ചു. അതൊരു അപമാനമല്ലേ? നമസ്കാരം അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന നിമിഷം. പ്രായോഗിക തിരുത്തൽ. 1. നമസ്കാര സമയം മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. 2. ഇഫ്താർ തയ്യാറെടുപ്പ് നമസ്കാരത്തെ മറികടക്കരുത്. 3. ഓരോ നമസ്കാരത്തിനും 1 മിനിറ്റ് മുൻപ് മാനസിക തയ്യാറെടുപ്പ്. 4.
ചെറിയ സൂറകൾ അർത്ഥത്തോടെ വായിക്കുക. ആത്മപരിശോധന ചോദ്യങ്ങൾ: ഞാൻ നമസ്കാരം സമയം പാലിക്കുമോ? ഞാനതിൽ സാന്നിധ്യമുണ്ടോ? ഞാനത് കടമയായി മാത്രമോ കാണുന്നത്? 3. ഖുർആൻ വായന ഇല്ലാതാകുന്നത്. റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ തുറക്കപ്പെടുന്ന മാസമാണോ? വീട്ടിൽ മുസ്ഹഫ് ഉണ്ടാകും, ഷെൽഫിൽ സുന്ദരമായി വച്ചിരിക്കും, പക്ഷേ ഹൃദയത്തിൽ അതിന് സ്ഥലമുണ്ടോ? റമദാനും ഖുർആനും തമ്മിലുള്ള ആത്മബന്ധം. റമദാൻ എന്നത് നോമ്പിന്റെ മാസമല്ല, ഇത് വഹയിന്റെ മാസമാണ്. ഈ മാസം ഖുർആനുമായി ബന്ധം ശക്തമാക്കാൻ തന്നെയാണ്. പക്ഷേ പലർക്കും ഖുർആൻ തറാവീഹിൽ കേൾക്കുന്ന ശബ്ദം മാത്രം, ഒരു ക്വാണ്ടിറ്റി ചാലഞ്ച് മാത്രം, അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട ഒരു പുസ്തകം. ഖുർആനില്ലാത്ത റമദാൻ ഒരു ശൂന്യത. നോമ്പുണ്ടാകും, ഇഫ്താറുണ്ടാകും, തറാവീഹുണ്ടാകും, പക്ഷേ വ്യക്തിപരമായ ഖുർആൻ ബന്ധമില്ലെങ്കിൽ ആത്മീയ ആഴം കുറയും. ഖുർആനാണ് ഹൃദയത്തിന് മാർഗദർശി. അതില്ലെങ്കിൽ നോമ്പ് ഒരു ശാരീരിക അനുഭവമായി മാത്രം ചുരുങ്ങും. എന്തുകൊണ്ട് ഖുർആൻ പിന്നിലേക്ക് പോകുന്നു? 1. സമയമില്ലായ്മ. 2. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. 3. ക്വാണ്ടിറ്റിയിൽ മാത്രം ശ്രദ്ധ. 4. മറ്റ് കാര്യങ്ങൾക്കുള്ള തിരക്ക്. ഈ റമദാനിൽ ഖുർആനിനെ ഇങ്ങനെ സമീപിക്കാം. ഖുർആൻ വായിക്കാൻ സമയം നിശ്ചയിക്കുക. കുഞ്ഞു സൂറകൾ അർത്ഥത്തോടെ മനസ്സിലാക്കുക. പുതുതായി ചെറിയ സൂറകൾ മനഃപ്പാഠമാക്കുക. 1. സമയമില്ലെന്ന് തോന്നൽ. 2. അറബിക് വായിക്കാൻ ബുദ്ധിമുട്ട്. 3. അർത്ഥം മനസ്സിലാകാത്തത്. 4. ഡിജിറ്റൽ ശ്രദ്ധചിതറൽ. നമ്മൾ പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുന്നു, പക്ഷേ ഖുർആനിന് മുൻഗണന കൊടുക്കാത്തത് ഒരു സൂചനയാണ്. വെറും വായന മതിയോ? ചിലർ പറയുന്നു, ഞാൻ മുഴുവൻ ഖുർആൻ തീർത്തു, അത് നല്ലതാണ്. പക്ഷേ അത് ഹൃദയത്തെ തൊട്ടോ? ഒരായത്ത് പോലും ജീവിതം മാറ്റിയോ? കണ്ണീർ ഒരിക്കൽ വന്നോ? ഖുർആൻ വെറും ഉച്ചാരണം മാത്രമല്ല, അതൊരു സംഭാഷണമാണ്. ഖുർആൻ ഒരു മിററാണ്. നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ ദുർബലതകൾ കാണാം, നമ്മുടെ പാപങ്ങൾ ഓർമ്മിക്കും, നമ്മുടെ ലക്ഷ്യം വ്യക്തമാകും. ഖുർആൻ നമ്മെ ആശ്വസിപ്പിക്കും. ഒരിടത്ത് മുന്നറിയിപ്പ് നൽകും, ഒരിടത്ത് പ്രചോദനം നൽകും. ഖുർആൻ ഇല്ലാത്ത ഹൃദയം. ഹൃദയം ഒരു നിലം പോലെ. വിത്തിടാത്തതായാൽ പുല്ലു വളരും. ഖുർആൻ ആ നിലത്തു വിത്തിടുന്നു. അതില്ലെങ്കിൽ ലോകചിന്തകൾ നിറയും. പ്രായോഗിക മാറ്റങ്ങൾ. 1. ദിവസവും ഒരു സ്ഥിര സമയം നിശ്ചയിക്കുക. 2. കുറച്ചായത്തുകൾ മാത്രം വായിച്ചാലും ആഴത്തിൽ വായിക്കുക. 3. മലയാളം ഇംഗ്ലീഷ് വിവർത്തനം ഉപയോഗിക്കുക. 4. ഒരായത്ത് തെരഞ്ഞെടുത്ത് ദിവസമൊന്നാകെ ചിന്തിക്കുക. കൺസിസ്റ്റൻസി ക്വാണ്ടിറ്റിയേക്കാൾ പ്രധാനമാണ്. 4. അമിത ഭക്ഷണ സംസ്കാരം. ഒരസ്വസ്ഥകരമായ സത്യം. ദിവസം മുഴുവൻ വിശപ്പോടെ കാത്തിരിക്കുന്നു, പിന്നെ ഇഫ്താർ സമയം. ടേബിൾ നിറഞ്ഞിരിക്കുന്നു. ചോദ്യം: റമദാൻ നമ്മെ നിയന്ത്രണം പഠിപ്പിക്കാനാണോ, അല്ലെങ്കിൽ ഭക്ഷണവിരുന്നുകൾക്ക് പരിശീലിപ്പിക്കാനാണോ? ഇഫ്താർ ഇബാദത്തോ ആഘോഷമോ? ഇഫ്താർ ഒരു നിമിഷമാണ്. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയം, നന്ദി പ്രകടിപ്പിക്കാനുള്ള സമയം, വിനയം പഠിക്കാനുള്ള സമയം. പക്ഷേ പല വീടുകളിലും അത് മാറുന്നത് വിഭവങ്ങളുടെ മത്സരമായി, രുചികളുടെ പ്രദർശനമായി, ഫോട്ടോ എടുക്കാനുള്ള അവസരമായി. ആത്മീയ നിമിഷം ഒരു ഭക്ഷണ പരിപാടിയായി മാറുന്നു. വിശപ്പിന്റെ ഉദ്ദേശം മറക്കുന്നത്. ദിവസം മുഴുവൻ വയറിനെ നിയന്ത്രിച്ചു, പക്ഷേ ഇഫ്താറിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അതിരുകൾ മറക്കുന്നു, ശരീരത്തിന് ഭാരം നൽകുന്നു. നോമ്പ് നമ്മെ സെൽഫ് കൺട്രോൾ പഠിപ്പിക്കുന്നു, ഇഫ്താർ അതിനെ പരീക്ഷിക്കുന്നു. സംസ്കാരത്തിന്റെ സ്വാധീനം. ചില സമൂഹങ്ങളിൽ റമദാൻ പ്രത്യേക വിഭവങ്ങളുടെ മാസം. രാത്രിയോടെ ഭക്ഷണയാത്രകൾ, അതിഥി സത്കാര മത്സരങ്ങൾ. ഭക്ഷണം തെറ്റല്ല, പക്ഷെ അത് കേന്ദ്രമാകുമ്പോൾ നോമ്പിന്റെ ആത്മാവ് പിന്നിലേക്ക് പോകും. ആത്മീയ സ്വാധീനം. അമിത ഭക്ഷണം നമസ്കാരത്തിൽ മന്ദത ഉണ്ടാക്കും, ഖുശൂഅ് കുറയ്ക്കും, രാത്രി ഇബാദത്തിൽ ക്ഷീണം വരുത്തും, തഹജ്ജുദ് നഷ്ടപ്പെടും. വയറ് നിറഞ്ഞാൽ ഹൃദയം ഭാരമേറും, ശരീരമനസ്സ് ബന്ധം. ഭക്ഷണം കൂടുതലായാൽ ഉറക്കം കൂടുതലാകും, ശ്രദ്ധ കുറയും, ആത്മീയ സാന്നിധ്യം ക്ഷീണിക്കും. റമദാൻ ശരീരത്തെ ശുദ്ധമാക്കാനുള്ള അവസരവുമാണ്, പക്ഷേ അമിത ഭക്ഷണം അത് തിരിച്ചടിക്കും. ചിലപ്പോൾ നമ്മൾ പറയുന്നു, ദിവസം മുഴുവൻ വിശന്നിരുന്നു, അതിനാൽ ഇത് ഡിസേർവ് ചെയ്യുന്നു. പക്ഷേ നോമ്പ് റിവാർഡിനു വേണ്ടിയല്ല, റിഫോമിനു വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ലാളിത്യമുണ്ടായിരുന്നു. വെള്ളം, ഈത്തപ്പഴം, ലളിതമായ ഇഫ്താർ. അത് പഠിപ്പിക്കുന്നത് നന്ദി, മിതത്വം, വിനയം. 5. സോഷ്യൽ മീഡിയയുടെ അടിമത്വം. നോമ്പ് നോൽക്കുന്നു, നമസ്കാരം നിലനിർത്തുന്നു, പക്ഷെ കയ്യിൽ തുടർച്ചയായി ഫോൺ. റമദാൻ മാസം ആത്മീയ ഉയർച്ചയ്ക്കുള്ള സമയമാണ്, പക്ഷേ നമ്മൾ ചെലവഴിക്കുന്നതെവിടെയാണ്? സ്ക്രീനിനു മുന്നിൽ. കുറച്ചുനേരം മാത്രം എന്നു തുടങ്ങും, പക്ഷേ ഒരു വീഡിയോ, പിന്നെ മറ്റൊന്ന്, പിന്നെ റീലുകൾ,
പിന്നെ നോട്ടിഫിക്കേഷനുകൾ. അറിയാതെ 1 മണിക്കൂർ കടന്നുപോകും. റമദാൻ സമയം വിലമതിക്കേണ്ട മാസമാണ്. പക്ഷേ ശ്രദ്ധ ചിതറുമ്പോൾ അത് മിണ്ടാതെയായി നഷ്ടമാകും. സോഷ്യൽ മീഡിയയുടെ സ്വഭാവം: ശ്രദ്ധ പിടിച്ചുപറ്റൽ, വികാരങ്ങളെ ഉണർത്തൽ, താരതമ്യം വളർത്തൽ. ഇത് മനസ്സിനെ ശാന്തമാക്കുന്നില്ല, ഇത് ഉത്തേജിപ്പിക്കുന്നു. റമദാൻ ശാന്തിയുടെ മാസമാണ്. സ്ക്രോളിംഗ് അത് തകർക്കും. റമദാനിലെ രാത്രികൾ വിലപ്പെട്ടതാണ്. പക്ഷെ പലർക്കും താരാവീഹ് കഴിഞ്ഞ് ഫോൺ, ഉറങ്ങുന്നതിനു മുൻപ് സ്ക്രോളിംഗ്, തഹജ്ജുദ് നഷ്ടപ്പെടൽ. രാത്രിയുടെ നിശബ്ദത ഡിജിറ്റൽ ശബ്ദത്തിൽ മുങ്ങിപ്പോവുന്നു. തുടർച്ചയായ ഡിജിറ്റൽ ഉള്ളടക്കം മനസ്സിനെ അസ്വസ്ഥമാക്കും, ശ്രദ്ധ കുറയ്ക്കും, ഖുശൂഅ് ബാധിക്കും. നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ പോലും ചിത്രങ്ങളും ശബ്ദങ്ങളും ഓർമ്മ വരും. താരതമ്യത്തിന്റെ വിഷം. റമദാനിൽ പോലും മറ്റുള്ളവരുടെ ജീവിതം നോക്കൽ, ഭക്ഷണ പോസ്റ്റുകൾ, ആത്മീയ പ്രകടനങ്ങൾ. ഇത് ചിലപ്പോൾ അസൂയ, അസന്തോഷം, ആത്മവിശ്വാസക്കുറവ് ഇവ വളർത്തും. റമദാൻ ഉള്ളിലേക്ക് തിരിയേണ്ട സമയം, പുറത്തെ ലോകത്ത് നഷ്ടപ്പെടേണ്ട സമയമല്ല. സോഷ്യൽ മീഡിയ പൂർണ്ണമായി തെറ്റല്ല, അതുപയോഗിക്കാം. ഇസ്ലാമിക ലെക്ചറുകൾ, ഖുർആൻ തിലാവത്ത്, പ്രചോദന സന്ദേശങ്ങൾ. പക്ഷേ നിയന്ത്രണമില്ലെങ്കിൽ അത് നമ്മെ നിയന്ത്രിക്കും. റമദാനിൽ ഒരു പ്രത്യേക പരിശീലനം ചെയ്യാം. നിശ്ചിത സമയം മാത്രം ഉപയോഗിക്കുക. ഇഫ്താറിന് മുമ്പ് ഫോൺ ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് ഓഫ് ചെയ്യുക. ചില ദിവസങ്ങൾ ലോ യൂസേജ് ഡേ ആക്കുക. ഇത് മനസ്സിന് ശാന്തി നൽകും. ആത്മപരിശോധനാ ചോദ്യങ്ങൾ: ഞാൻ ദിവസം എത്ര സമയം സ്ക്രീനിൽ? ഖുർആനേക്കാൾ ഫോൺ തുറക്കുമോ? ദുആയ്ക്ക് മുമ്പ് നോട്ടിഫിക്കേഷൻ പരിശോധിക്കുമോ? 6. നാവിന്റെ നോമ്പ് ഇല്ലാതാകുന്നത്. നാം ദിവസമൊക്കെയും ഭക്ഷണം ഒഴിവാക്കുന്നു. പക്ഷേ ഒരു ചോദ്യം: നമ്മുടെ നാവ് എത്ര മണിക്കൂർ നോമ്പ് നോൽക്കുന്നു? വിശപ്പിനെ നാം ഭയപ്പെടുന്നു. പക്ഷേ വാക്കുകളുടെ ഉത്തരവാദിത്വത്തെ നാം പലപ്പോഴും ലഘൂകരിക്കുന്നു. നാവിന്റെ ശക്തി. നാവ് ചെറുതാണ്, പക്ഷേ അതിന്റെ സ്വാധീനം വലിയതാണ്. ഒരു വാക്ക് ബന്ധം തകർക്കാം. ഒരു വാക്ക് ആത്മവിശ്വാസം നശിപ്പിക്കാം. ഒരു വാക്ക് വർഷങ്ങളായ ബന്ധം അവസാനിപ്പിക്കാം. അതുപോലെ ഒരു വാക്ക് ഒരാളെ ഉയർത്താം. ഒരു വാക്ക് പ്രതീക്ഷ നൽകാം. ഒരു വാക്ക് ഹൃദയം മാറ്റാം. റമദാനിൽ ഈ ശക്തി കൂടുതൽ ഉത്തരവാദിത്തമാണ്. നാവിന്റെ നോമ്പ് എന്താണ്? നാവിന്റെ നോമ്പ് വെറും ചീത്തവാക്കൊഴിവാക്കലല്ല. അതിലുൾപ്പെടുന്നത് ഗോസിപ്പ് ഒഴിവാക്കൽ, പരിഹാസം ഒഴിവാക്കൽ, അസത്യവാക്കുകൾ ഒഴിവാക്കൽ, കടുപ്പമുള്ള പ്രതികരണം നിയന്ത്രിക്കൽ, അനാവശ്യ സംസാരത്തിൽ നിന്ന് മാറൽ. ഇത് ഒരാന്തരിക ശുദ്ധീകരണമാണ്. ഇന്ന് നാവിന്റെ പാപം വെറും നേരിട്ട് സംസാരത്തിലല്ല, അത് വാട്സാപ്പ് മെസ്സേജുകളിൽ, കമന്റ് സെക്ഷനുകളിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ, വോയിസ് നോട്ടുകളിൽ. ഞാൻ നേരിട്ട് പറഞ്ഞില്ല എന്നത് കാരണമല്ല, എഴുതിയ വാക്കും ഉത്തരവാദിത്തമാണ്. കോപവും നാവും. റമദാനിൽ ചിലർ കൂടുതൽ ചൊടിക്കുന്നു. വിശപ്പ്, ക്ഷീണം, ഉറക്കക്കുറവ് ഇവ ചേർന്നാൽ പ്രതികരണം കടുപ്പമാകും. പക്ഷേ സത്യത്തിൽ നോമ്പ് നമ്മെ കോപം നിയന്ത്രിക്കാൻ പഠിപ്പിക്കേണ്ടതാണ്. കോപം നാവിലൂടെ പുറത്തുവരുമ്പോൾ നോമ്പിന്റെ ആത്മാവ് ക്ഷയിക്കുന്നു. ഗോസിപ്പിന്റെ അപകടം. ഗോസിപ്പ്, പിന്നിൽ സംസാരിക്കൽ, സാമൂഹികമായി സാധാരണമായിരിക്കും. പക്ഷേ അത് വിശ്വാസം തകർക്കും, ഹൃദയം കഠിനമാക്കും, ആത്മീയ ശുദ്ധി നഷ്ടപ്പെടുത്തും. റമദാനിൽ ഗോസിപ്പ് തുടരുകയാണെങ്കിൽ നോമ്പ് വെറും ശാരീരിക പരിശീലനമായി ചുരുങ്ങും. നിശ്ശബ്ദതയുടെ മഹത്വം. ചിലപ്പോൾ മികച്ച പ്രതികരണം നിശ്ശബ്ദതയാണ്. ഓരോ വിഷയത്തിലും അഭിപ്രായം പറയേണ്ടതില്ല. ഓരോ വാദത്തിലും ജയിക്കേണ്ടതില്ല. നിശ്ശബ്ദത പലപ്പോഴും ഈമാനിന്റെ ഒരു അടയാളമാണ്. നാവ് ഹൃദയത്തിന്റെ പരിഭാഷയാണ്. ഹൃദയം ശുദ്ധമാണെങ്കിൽ വാക്കുകൾ മൃദുവാകും. ഹൃദയം അസ്വസ്ഥമാണെങ്കിൽ വാക്കുകൾ കടുപ്പമാകും. അതിനാൽ നാവിന്റെ നോമ്പ് ഹൃദയത്തിന്റെ നോമ്പിനോട് ബന്ധപ്പെട്ടു കിടക്കുന്നു. പ്രായോഗിക പരിശീലനം. 1. സ്പീക്ക് ലെസ് ചലഞ്ച്. ദിവസത്തിൽ 1 മണിക്കൂർ അനാവശ്യ സംസാരമില്ലാതെ. 2. നോ കംപ്ലൈന്റ് ഡേ. ഒരു ദിവസം പരാതിയില്ലാതെ. 3. ഓരോ പ്രതികരണത്തിനു മുമ്പ് 3 സെക്കൻഡ് ഇടവേള. 4. നല്ല വാക്ക് പറയുന്ന ശീലം. ഇവ ചെറിയ കാര്യങ്ങൾ, പക്ഷേ ആത്മീയമായി വലിയ മാറ്റം നൽകും. 7. അവസാന 10 രാത്രികൾ നഷ്ടപ്പെടുത്തൽ. റമദാനിന്റെ ആദ്യ ദിവസങ്ങളിൽ നാം ഉത്സാഹത്തോടെ തുടങ്ങുന്നു. പക്ഷേ അവസാന 10 രാത്രികൾ വരുമ്പോൾ ക്ഷീണം, പതിവിലേക്കുള്ള മടക്കം, ഇനി സമയമുണ്ടല്ലോ എന്ന തോന്നൽ, ഇവ നമ്മെ മന്ദമാക്കുന്നുണ്ടോ? ചിന്തിക്കൂ. മാസത്തിന്റെ ഏറ്റവും വിലയേറിയ ഭാഗം നാം നഷ്ടപ്പെടുത്തുന്നുണ്ടോ? എന്തുകൊണ്ട് അവസാന 10 രാത്രികൾ പ്രത്യേകം? ഈ രാത്രികളിലാണ് ലൈലത്തുൽ ഖദർ മറഞ്ഞിരിക്കുന്നത്. 1000 മാസങ്ങളേക്കാൾ മഹത്തായതൊരു രാത്രി. ജീവിതം മുഴുവൻ മാറ്റാൻ കഴിയുന്ന ഒരവസരം. ആദ്യ ദിവസങ്ങൾ പതിവ് മാറ്റാൻ ശ്രമം, ഭക്ഷണക്രമം ക്രമീകരിക്കൽ, പുതിയ ആത്മീയ ശീലം ആരംഭിക്കൽ. പക്ഷേ അവസാന 10 രാത്രികൾ ആത്മാവിന്റെ ഉയർച്ച,
പാപമോചനത്തിനുള്ള ആഴമുള്ള പ്രാർത്ഥന, ജീവിതത്തെ പുനഃക്രമീകരിക്കുന്ന സമയം. ഇവിടെ നിന്നാണ് റമദാനിന്റെ യഥാർത്ഥ ഫലം തുടങ്ങുന്നത്. എന്തുകൊണ്ട് ആളുകൾ ഈ രാത്രികൾ നഷ്ടപ്പെടുത്തുന്നു? ഇത്രയും ദിവസം നോമ്പു നോറ്റല്ലോ എന്ന സംതൃപ്തി, ഷോപ്പിംഗ്, ഈദൊരുക്കങ്ങൾ, ഉറക്കക്കുറവ് കാരണം ക്ഷീണം, സ്ഥിരമായ ആരാധനശീലമില്ലായ്മ. ശരീരത്തിന്റെ ക്ഷീണം മനസ്സിന്റെ ക്ഷീണമായി മാറുന്നു. അവസരം മുന്നിലുണ്ടെങ്കിലും നാം അത് കാണാതെ പോകുന്നു. അവസാന 10 രാത്രികളുടെ ആന്തരിക ലക്ഷ്യം സ്വയം നിലപ്പെടുത്തൽ, തെറ്റുകൾ തിരിച്ചറിവ്, ഹൃദയശുദ്ധീകരണം, ദൈവത്തോടടുപ്പം വർദ്ധിപ്പിക്കൽ. ഇത് വെറും അധിക നമസ്കാരമല്ല, ഇത് ആത്മാവിന്റെ പുനർജന്മം പോലെയാണ്. ചരിത്രത്തിൽ നിന്നൊരു പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 രാത്രികളിൽ ആരാധന കൂടുതൽ ആഴപ്പെടുത്തി. കുടുംബത്തെ ഉണർത്തൽ, കൂടുതൽ പ്രാർത്ഥന, അവസാന ഘട്ടത്തിൽ ശ്രമം ഇരട്ടിയാക്കുക. ഇതാണ് മാതൃക. ഇനി അടുത്ത വർഷം നോക്കാം എന്ന അപകടകരമായ ചിന്ത. നമുക്കുറപ്പുണ്ടോ അടുത്ത റമദാൻ നമ്മൾ കാണുമെന്ന്? ഓരോ അവസാന 10 രാത്രിയും ജീവിതത്തിലെ അവസാന അവസരമാകാം. ഈ ചിന്ത മാത്രം ആളെ ഉണർത്താൻ മതി. അവസാന 10 ദിവസങ്ങൾക്ക് പ്രത്യേക പ്ലാൻ തയ്യാറാക്കുക. മൊബൈൽ ഉപയോഗം കുറയ്ക്കുക. ഓരോ രാത്രിക്കും ഒരു പ്രത്യേക ദുആ ലിസ്റ്റ്. 20-30 മിനിറ്റ് ഏകാണ്ട ദിക്ർ സമയം. ഉറക്കം ക്രമീകരിച്ച് രാത്രി സമയം സംരക്ഷിക്കുക. ചെറിയ ശീലം പോലും തുടർച്ചയായി ചെയ്താൽ വലിയ ഫലം നൽകും. നാം ജീവിതത്തിൽ പ്രധാന പരീക്ഷയ്ക്ക് മുമ്പ് എങ്ങനെ കൂടുതൽ പഠിക്കുന്നു? റമദാനിന്റെ അവസാന ഘട്ടം ആത്മാവിന്റെ ഫൈനൽ റിവിഷനാണ്. അവിടെ ശ്രമം കുറച്ചാൽ ഫലം കുറയും. ഒരു രാത്രി, ഒരു കണ്ണുനീർ, ഒരു സത്യസന്ധ ദുആ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ മതി. 8. ദുആഇൽ അലംഭാവം. നമുക്ക് ആവശ്യങ്ങൾ അനന്തം, പ്രശ്നങ്ങൾ അനവധി, സ്വപ്നങ്ങൾ വലിയവ. പക്ഷേ ദുആ ചെയ്യുന്നതിൽ നമ്മൾ സത്യത്തിൽ എത്ര ശ്രദ്ധ പുലർത്തുന്നു? കൈകൾ ഉയർത്തുമ്പോൾ ഹൃദയം ഉണയുന്നുണ്ടോ? അല്ലെങ്കിൽ അതൊരു പതിവ് ചലനമോ? ദുആ വെറും അപേക്ഷയല്ല, അതൊരു ബന്ധമാണ്, ഒരടുപ്പം, ഒരാത്മീയ സംഭാഷണം. ദുആയിൽ അലംഭാവം എന്നത് വേഗത്തിൽ തീർക്കുന്ന പ്രാർത്ഥന, ശ്രദ്ധയില്ലാതെ ചൊല്ലുന്ന വാക്കുകൾ, ഹൃദയം പങ്കാളിയാകാത്ത അപേക്ഷ, വിശ്വാസം കുറഞ്ഞ പ്രതീക്ഷ. എന്തുകൊണ്ട് അലംഭാവം വരുന്നു? ദുആ ചെയ്തിട്ടും ഫലം കണ്ടില്ല എന്ന നിരാശ, ലോകകാര്യങ്ങളിൽ മുഴുകൽ, സ്ഥിരമായ ആത്മപരിശീലനമില്ലായ്മ, ദുആഇന്റെ മഹത്വം മനസ്സിലാക്കാത്തത്. നമ്മൾ മറക്കുന്നത് ദുആ ഒരിക്കലും നഷ്ടമാകുന്നില്ല. ഉത്തരം വൈകാം, പക്ഷേ അവഗണിക്കപ്പെടില്ല. ദുആഇന്റെ 3 ഫലങ്ങൾ. ദുആയ്ക്ക് 3 വഴികളുണ്ട്. ആവശ്യപ്പെട്ടത് ലഭിക്കുക, അതിലേറെ നല്ലത് ലഭിക്കുക, ഒരു ദുരന്തം ഒഴിവാക്കപ്പെടുക. നമ്മൾ കാണുന്നത് ഫലം മാത്രമാണ്, അല്ലാഹു കാണുന്നത് സമ്പൂർണ്ണ ചിത്രം. കൈ ഉയർത്തിയാൽ മാത്രം മതിയോ? അല്ല. മനസ്സ് സത്യസന്ധമാകണം, ഭാഷ വിനയപൂർവമാകണം, വിശ്വാസം ഉറപ്പാകണം, ആവർത്തനത്തിൽ സ്ഥിരത വേണം. ദുആ വേഗത്തിൽ തീർക്കേണ്ട കാര്യങ്ങളിലൊന്നല്ല, അത് സമയം നൽകേണ്ട ആരാധനയാണ്. വാക്കുകൾ ഉയരുന്നു, പക്ഷേ ഹൃദയം ഉറങ്ങിക്കിടക്കുന്നു. ഇത് ആത്മീയമായ ദൂരവ്യതിയാനത്തിന് കാരണമാകും. ദുആ ഇല്ലാത്ത ഹൃദയം വേഗത്തിൽ കഠിനമാകും. ദുആയെ ജീവിപ്പിക്കാൻ പ്രായോഗിക മാർഗങ്ങൾ. ഓരോ ദിവസവും നിശ്ചിത ദുആ സമയം നിശ്ചയിക്കുക. സ്വന്തം ഭാഷയിൽ സംസാരിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും അപേക്ഷിക്കുക. ദുആക്ക് മുൻപ് നന്ദി പറയുക. കണ്ണുനീർ വരുത്തുന്ന ആത്മപരിശോധന നടത്തുക. ദുആ ഔപചാരികതയല്ല, അത് ആത്മാവിന്റെ ശ്വാസമാണ്. റമദാനിൽ ദുആഇന്റെ ശക്തി. നോമ്പിന്റെ അവസ്ഥയിൽ ഹൃദയം കൂടുതൽ മൃദുവാകും. ഈ സമയത്ത് ചെയ്ത ദുആ ആഴത്തിൽ സ്വാധീനിക്കുന്നു. അവസരങ്ങൾ മുന്നിലുണ്ടാകുമ്പോൾ അലംഭാവം കാണിക്കുന്നത് നഷ്ടത്തിന്റെ തുടക്കമാണ്. 9. പാപങ്ങളിൽ നിന്ന് മാറാത്തത്. റമദാൻ മുഴുവൻ നോൻപ് നോൽക്കുന്നു, നമസ്കാരം നിലനിർത്തുന്നു, ദുആ ചെയ്തു. പക്ഷേ അതേ പഴയ പാപങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? മാസം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റമുണ്ടായോ? അല്ലെങ്കിൽ അത് വെറും താൽക്കാലിക ആത്മീയ ഉയർച്ചയായിരുന്നോ? പാപങ്ങളിൽ നിന്ന് മാറാൻ സാധിക്കാത്തതിന് ചില ആഴത്തിലുള്ള കാരണങ്ങളുണ്ട്. പാപത്തെ ചെറിയ കാര്യമെന്നായി കാണൽ, എല്ലാവരും ചെയ്യുന്നു എന്ന മനോഭാവം, പതിവായി മാറിയ ദോഷശീലം, ആത്മപരിശോധന ഇല്ലായ്മ. പാപം ആവർത്തിക്കുമ്പോൾ അത് സ്വാഭാവികമായി തോന്നാൻ തുടങ്ങും. അവിടെ അപകടം തുടങ്ങുന്നു. പാപം വെറും നിയമലംഘനമല്ല, അതൊരു ശീലമാണ്. ശീലം രൂപപ്പെടുമ്പോൾ മനസ്സ് അതിനെ ന്യായീകരിക്കും. കുറ്റബോധം കുറയും, പ്രതിരോധശേഷി ക്ഷയിക്കും. അങ്ങനെ പാപം ജീവിതത്തിന്റെ ഭാഗമാകും. പിന്നീട് മാറാം എന്ന വഞ്ചന. നമ്മൾ പലപ്പോഴും പറയുന്നു, ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, അടുത്ത റമദാനിൽ നോക്കാം, ജീവിതം സജ്ജമായാൽ മാറാം. പക്ഷേ മാറ്റത്തിന് ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. മാറ്റം നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ഹൃദയം കൂടുതൽ കഠിനമാകും. ഓരോ തെറ്റും ഹൃദയത്തിൽ ഒരടയാളമുണ്ടാക്കുന്നു. തൗബ ഇല്ലെങ്കിൽ അത് നിലനിൽക്കും. തുടർച്ചയായ പാപം ആത്മീയ രുചി കുറയ്ക്കും, ദുആഇന്റെ ആഴം കുറയ്ക്കും, നമസ്കാരത്തിലെ ഖുശൂ കുറയ്ക്കും. ഇതൊരു നിശബ്ദ ക്ഷയമാണ്. റമദാൻ ഒരു പരിശീലന ക്യാമ്പ് പോലെയാണ്.
അത് നമ്മെ പഠിപ്പിക്കുന്നത് നിയന്ത്രണം, ആത്മപരിശോധന, ദൈവഭയം. ഈ പരിശീലനം കഴിഞ്ഞിട്ടും ജീവിതം മാറുന്നില്ലെങ്കിൽ അവസരം നഷ്ടമായിരിക്കും. പാപത്തിൽ നിന്ന് മാറാൻ പ്രായോഗിക മാർഗങ്ങൾ. വ്യക്തമായ ഒരു പാപം തിരഞ്ഞെടുത്ത് ഒറ്റതിനെതിരെ പോരാടുക. ട്രിഗറുകൾ തിരിച്ചറിയുക. എപ്പോൾ, എന്തുകൊണ്ട് സംഭവിക്കുന്നു. നല്ല കൂട്ടായ്മ തേടുക. സമയം നിറയ്ക്കുക. ശൂന്യത അപകടകരമാണ്. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. മാറ്റം ഒരു ദിവസം സംഭവിക്കില്ല, പക്ഷേ തുടർച്ചയായി ശ്രമിച്ചാൽ ഉറപ്പാണ്. കുറ്റബോധം നല്ലതാണ്, അത് ഉണർത്തും. പക്ഷേ നിരാശ അപകടകരമാണ്, അത് കീഴടക്കും. പാപം ചെയ്താൽ തൗബ ചെയ്യുക, വീണ്ടും എഴുന്നേൽക്കുക. ശ്രമം നിർത്തരുത്. വീഴുന്നത് പ്രശ്നമല്ല, എഴുന്നേൽക്കാതിരിക്കുക മാത്രമാണ് പ്രശ്നം. 10. റമളാൻ കഴിഞ്ഞാൽ പഴയ ജീവിതത്തിലേക്ക് മടങ്ങൽ. റമളാനിൽ നമ്മൾ മാറുന്നു, ഹൃദയം മൃദുവാകുന്നു, നമസ്കാരം സ്ഥിരമാകുന്നു, ദുആയിൽ കണ്ണുനീർ വരുന്നു. പക്ഷേ ഈദ് കഴിഞ്ഞ് അതെല്ലാം മങ്ങിപ്പോകുന്നുണ്ടോ? റമളാൻ ഒരു അതിഥിയായിരുന്നു, അത് പോയ ശേഷം നമ്മുടെ ഈമാൻ കൂടെയുണ്ടോ? ചിലർക്ക് റമളാൻ മാത്രം, കൂടുതൽ നമസ്കാരത്തിന്റെ മാസം, കൂടുതൽ ഖുർആൻ വായനയുടെ മാസം, കൂടുതൽ ദാനധർമ്മത്തിന്റെ മാസം. പക്ഷേ ശേഷിക്കുന്ന 11 മാസം ആത്മീയയുടെ ഒരു മാസം മാത്രമായാൽ അത് ശീലമല്ല, വികാരം മാത്രമാണ്. എന്തുകൊണ്ട് പഴയ നിലയിലേക്ക് മടങ്ങുന്നു? സ്ഥിരമായ പദ്ധതിയില്ല. റമളാനിനെ ഒരു സീസണായി കാണൽ, നല്ല കൂട്ടായ്മയുടെ അഭാവം, സ്വയം നിരീക്ഷണമില്ലായ്മ. മാറ്റം തുടർച്ചയില്ലാതെ നിലനിൽക്കില്ല. ഈദ് ആഘോഷം മാത്രമല്ല, അതൊരു പരിശോധനയാണ്. നമസ്കാരം തുടരുന്നുണ്ടോ? ഖുർആൻ ബന്ധം നിലനിൽക്കുന്നുണ്ടോ? പാപങ്ങളിൽ നിന്ന് മാറാനുള്ള ശ്രമം തുടരുന്നുണ്ടോ? ഈദ് കഴിഞ്ഞാൽ ഇവ കുറഞ്ഞാൽ റമളാൻ ഒരു താൽക്കാലിക വികാരമായിരുന്നു. അല്ലാഹുവേ, റമളാനിൽ നേടിയ നല്ല മാറ്റങ്ങൾ സ്ഥിരമാക്കണമേ. ഞങ്ങളുടെ നോമ്പും നമസ്കാരവും ദുആവും സ്വീകരിക്കണമേ. പാപങ്ങളിൽ നിന്ന് ദൂരെയാക്കി സത്യമായ തൗബയിൽ ഉറപ്പിക്കണമേ. റമളാൻ കഴിഞ്ഞാലും അല്ലാഹുവിനോടുള്ള അടുപ്പം നഷ്ടമാകാതിരിക്കട്ടെ. ആമീൻ. കുറച്ചു സമയത്തിനുള്ളിൽ കൂടുതൽ അറിവ് എന്നതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം. ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.